friends, welcome to Nitz പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓക്കെ അല്ലേ? അപ്പോൾ ചിലർ ഇങ്ങനെ ഓക്കെ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഓക്കെ എന്ന് എഴുതും, അതുമല്ലെങ്കിൽ ഇങ്ങനെ എഴുതും, അതുമല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓക്കെ എന്ന് എഴുതും. അപ്പോൾ ശരിക്കും ഓക്കെ എങ്ങനെയാണ് എഴുതേണ്ടത്, ഓക്കെയുടെ മീനിങ് എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ രസകരമായിരിക്കും, വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. സോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ എന്ന വാക്കുണ്ടായിട്ട് ഏകദേശം 160 വർഷമായി. ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഒരു മാഗസീനിലാണ്. ആ മാഗസീനിൽ ഓൾ കറക്റ്റ് എന്ന 2 വാക്കുകൾക്ക് ഒരു അബ്രിവേഷൻ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് ഈ ഓക്കെ ഉപയോഗിച്ചത്. പിന്നീട് ആ ഓക്കെ ആൾക്കാർ ശ്രദ്ധിക്കുകയും ആൾക്കാർ പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങുകയും അമേരിക്കയിലും എല്ലായിടത്തും ഇത് ഫേമസ് ആവുകയും പിന്നെ പതിയെ നമ്മുടെ ഇന്ത്യയിലോട്ട് വരികയും ചെയ്തു. നമ്മൾ മിക്കപ്പോഴും ഓക്കെ എഴുതുന്നത് ഒന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം. ഈ 2 ഓക്കെയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഈ ഓക്കെ അമേരിക്കൻ ഇംഗ്ലീഷും ഈ ഓക്കെ ബ്രിട്ടീഷ് ഇംഗ്ലീഷും എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ വേറൊരു രീതിയിൽ ഓക്കെ എഴുതും, അതാണ് ഇത് OHK. ഭൂരിഭാഗം പേരും ഇതിൻ്റെ കറക്റ്റ് മീനിങ് അറിയാതെയാണ് പലയിടത്തും പ്രയോഗിക്കുന്നത്. ഇപ്പോൾ വാട്സാപ്പിലാകാം, അല്ലെങ്കിൽ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്, ഒരു സ്കൈപ്പ് വഴിയോ അങ്ങനെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ശരിക്കും ആർക്കും ഇതിൻ്റെ മീനിങ് അറിയില്ല. നമ്മൾ വിചാരിക്കും വളരെ സ്റ്റൈലായിട്ട് നമ്മൾ പറയുന്നതാണ് എന്ന് കരുതിയാണ് നമ്മളിത് ഉപയോഗിക്കാറ്. ശരിക്കും ഇതിൻ്റെ മീനിങ് ഇത് എങ്ങനെയാണ് ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഓക്കെ എന്ന ഒരു 2 വാക്കിൻ്റെ അബ്രിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ഈ ഓക്കെ എന്ന് പറയുന്നത്. അതിൻ്റെ ശരിക്കുള്ള മീനിങ് എന്ന് വെച്ചാൽ, അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഓക്കെ. അതായത് ഞാൻ ഫുള്ളി കൺവിൻസ്ഡ് അല്ല, എന്നാലും ഒരു ഓക്കെ എന്ന ഒരു ഇതാണ് അത്. ആ ഒരു ഇംപ്രഷനാണ് ഇത് തരുന്നത്. ഇത് ഞാനും ഉപയോഗിക്കുമായിരുന്നു, എൻ്റെ പല കമ്മ്യൂണിക്കേഷനിലും ഞാനിത് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ എൻ്റെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിതിൻ ഇത് അറിയാതെയാണ് ഉപയോഗിക്കുന്നത് എന്നറിയാം, ബട്ട് ഇതിന് ഇങ്ങനൊരു മീനിങ്ങും കൂടി ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇത് ഉപയോഗിക്കാനെന്ന് പറഞ്ഞു. സോ നിങ്ങളും ഇത് സൂക്ഷിച്ച് വേണം ഈ ഓക്കെ ഉപയോഗിക്കാനായിട്ട്. ഇനി അടുത്ത ഒരു ഓക്കെ, നമ്മളായിട്ട് കണ്ടുപിടിച്ച ഒരു ഓക്കെയാണ് ഇത്. കെ എന്ന് മാത്രം നമ്മൾ മെസ്സേജ് അയക്കും. കെ എന്നൊക്കെ വാട്സാപ്പിലും എല്ലായിടത്തും നമ്മൾ ഫേസ്ബുക്ക് മെസ്സേജിങ്ങിലും ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് കാണാം. ഇത് ശരിക്കും ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഓക്കെയാണ്. ഇത് നമ്മളായിട്ട് തന്നെ രൂപപ്പെടുത്തിയെടുത്ത അതായത് ഈ ഓക്കെ വീണ്ടും ഷോർട്ടാക്കി കെ എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെ ഓക്കെ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒരു ഫോർമൽ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്. ഇപ്പോൾ നിങ്ങളൊരു ക്ലയൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോർമൽ പർപ്പസിന് നിങ്ങൾക്ക് ഈ ഓക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്ത ഓക്കെ എന്ന് പറയുന്നത്, നിങ്ങൾ ഫോർമലുമല്ല ഇൻഫോർമലുമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രേഞ്ചേഴ്സുമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഓക്കെ എന്ന് പറയുന്നത് ഫോർമലുമല്ല ഇൻഫോർമലുമല്ല. ഇനി അടുത്ത തികച്ചും ഇൻഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ ഓക്കെ. ഇത് തികച്ചും ഇൻഫോർമലാണ്, സോ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ മിക്കവർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇനിയും രസകരമായ വീഡിയോസുമായിട്ട് നിതിൻ വരുന്നതായിരിക്കും. സോ ഐ എം സൈനിങ് ഓഫ്. ബൈ.